ആരാണ് സുലൈമാൻ ആൽ രാജഹി? ലോകത്തിലെ അറിയപ്പെടുന്ന സമ്പന്നരിൽ ഒരാളായിരുന്ന സൗദിയിലെ സുലൈമാൻ ആൽ രാജഹി. എന്നാലിപ്പോൾ അദ്ദേഹം ഒരു സമ്പന്നനല്ല. അത് അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം സംഭവിച്ചതാണ്. ഇപ്പോൾ 96 വയസ്സുള്ള സൗദി ഇസ്ലാമിക ബാങ്കിംഗ് മുതലാളി തന്റെ സമ്പത്തിന്റെ ഏകദേശം $16 ബില്യൺ ദാനം ചെയ്തുകൊണ്ട് ലോകത്തെ അമ്പരപ്പിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യക്തിഗത ചാരിറ്റബിൾ സംഭാവനകളിൽ ഒന്നായി ഇത് മാറി. അദ്ദേഹം പണം സംഭാവന ചെയ്യുക മാത്രമല്ല ചെയ്തത്, ലോകത്തിലെ ഏറ്റവും ലാഭകരമായ ഇസ്ലാമിക ബാങ്കുകളിൽ ഒന്നായ അൽ രാജഹി ബാങ്കിന്റെ ഓഹരികളും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ, കോഴി ഫാമുകൾ എന്നിവയും അതിലേറെയും അദ്ദേഹം ദാനം നൽകി. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ഭക്ഷ്യസുരക്ഷ, മതം തുടങ്ങിയ ദീർഘകാല ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ 2/3 ഭാഗവും വഖഫിൽ, ഇസ്ലാമിക് എൻഡോവ്മെന്റ് നിക്ഷേപിച്ചു. ബാക്കിയുള്ളത് അദ്ദേഹത്തിന്റെ കുട്ടികൾക്കായി നൽകി. ആരോഗ്യത്തിലും ഇസ്ലാമിക ധനകാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ലാഭേച്ഛയില്ലാത്ത സ്ഥാപനമായ സുലൈമാൻ ആൽ രാജഹി സർവകലാശാല അദ്ദേഹത്തിന്റെ നിരവധി സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. അദ്ദേഹം ഇപ്പോൾ സമ്പന്നരുടെ പട്ടികയിലില്ല, പക്ഷേ കൂടുതൽ അർത്ഥവത്തായ മറ്റൊരു പട്ടികയിലാണ്. വ്യക്തിപരമായ സമ്പത്തിനേക്കാൾ മനുഷ്യത്വം തിരഞ്ഞെടുത്ത ആളുകളുടെ പട്ടികയാണത്. എനിക്ക് ലഭിച്ചത് എല്ലാം ഞാൻ ദൈവത്തിനായി നൽകി. അതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് അദ്ദേഹം തന്റെ സമ്പത്ത് കെട്ടിപ്പടുത്തത്. 1929 ദാരിദ്ര്യത്തിൽ ജനിച്ചു വീണ അദ്ദേഹം ഒരു പോർട്ടറായും കൊറിയറായും ജോലി ചെയ്തു. സുലൈമാൻ ആൽ രാജഹിയുടെ കഥ ദാനധർമ്മത്തെക്കുറിച്ച് മാത്രമല്ല, വിജയത്തെ പുനർനിർവചിക്കുന്നതിനെക്കുറിച്ചും അത്യാഗ്രഹത്തിന്റെ ചക്രം തകർക്കുന്നതിനെക്കുറിച്ചും മറ്റുള്ളവരെ ഉയർത്താൻ സമ്പത്ത് ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുമാണ്. മിക്ക കോടീശ്വരന്മാരും ഭാഗ്യം തൊട്ടുകൂടാതെ മരിക്കുന്ന ഒരു ലോകത്ത് അദ്ദേഹം വ്യത്യസ്തമായ ഒരു പാത തിരഞ്ഞെടുത്തു. നിങ്ങൾ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദാനം നൽകുക എന്ന ഇസ്ലാമിന്റെ ആഹ്വാനം നടപ്പിലാക്കിയ വ്യക്തിത്വമാണ് അദ്ദേഹം. സുലൈമാൻ ആൽ രാജഹി ലോകത്തിന് തന്നെ മാതൃകയാണ്. ബ്രിഡ്ജ് മീഡിയ, സൗദി അറേബ്യ.